മെന്റൽ ട്രാവലർ 96 എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതിൻ്റെതായ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കാണും, ക്ഷമിക്കുക. ഇതിപ്പോൾ ഹംപിയാണ്. ഹംപിയിലെ കേവ് പെയിന്റിങ്സ് കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് ഒനാക്കെ കിണ്ടി എന്നാണ്. ഒനാക്കെ കിണ്ടി എന്ന് വെച്ചാൽ കേവ് പെയിന്റിങ്സ് ഉള്ള ഒരു സ്ഥലമാണ്. കേവ് പെയിന്റിങ്സ് എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യൻ വരച്ച പെയിന്റിങ്സുകളാണ്. ഇവിടെ തന്നെ വലിയ പ്രചാരത്തിൽ ഇത് അറിയപ്പെടുന്നില്ല ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ അധികം ആരും ഇവിടെ എത്തിപ്പെടാറില്ല. ഇവിടെ ക്ലോസ്ഡ് ആണ്, സത്യം പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്, പ്രൈവറ്റ് ഏരിയ ആണ്. കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ ഒന്ന് അതിക്രമിച്ച് കയറുകയാണ്. ഒരുപാട് പെയിന്റിങ്സുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഇത് 1-2 ഏക്കർ സ്ഥലം വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ പെയിന്റിങ്സുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. 4 വശവും പാറകളാണ്. ഈ പാറകളിൽ എല്ലാത്തിലും കാണത്തില്ല. ഇതുപോലെ ചില പാറകളിലാണ് പെയിന്റിങ്സുകൾ ഉള്ളത്. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഏക ഒരു പെയിന്റിങ്സ് ആണിത്. ഇതിൽ ആദ്യമേ മനുഷ്യൻ വരച്ച പെയിന്റിങ്സ് ആണ്. ഇതിൽ അവർ വേട്ടയാടുന്നതാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള നിരാശയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവദൂതനെ പോലെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടത്. കമ്പുമായൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കർണാടകയിൽ നിന്ന് അടികൊള്ളുമെന്നാണ്. പക്ഷേ ആള് ചില്ലാണ്. ആളാണ് എനിക്ക് ബാക്കി ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തന്നത്. പുള്ളി എല്ലാം പറഞ്ഞു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പെയിന്റിങ്സും കാണിച്ചു തന്നു. 5-6 പെയിന്റിങ്സുകളുണ്ട്. എല്ലാം നടന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നത് പുള്ളിയാണ്. These pictures are done with mehendi. और रेन नया था रेन इधर से चलता है, वो उधर से चलता है, इधर से चलता है रेन റൈനിങ്. മഴ കൊണ്ടുണ്ടാകുന്ന വെള്ളവും മറ്റു കാര്യങ്ങളും ഒന്നും ഈ കേവിൻ്റെ അകത്ത് എത്താറില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഈ പെയിൻറ്റിങ്ങുകൾ എല്ലാം ഇവിടെ നിലനിൽക്കുന്നത്. മൃഗങ്ങളുടെയും അവർ കൂട്ടമായി നൃത്തം ചെയ്യുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നിരവധിയും. ചിത്രങ്ങളെല്ലാം തന്നെ നല്ല വ്യക്തതയോടെ തന്നെ കാണാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് അറിയത്തില്ല. കൂടുതലും മൃഗങ്ങളുടെ ചിത്രങ്ങളാണ്. അവർ വേട്ടയാടുന്നതും അവരുടെ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും പ്രമേയമായിട്ടുള്ളത്. ഇതൊരു പാമ്പിൻ്റെ ചിത്രമാണ്, മൂർഖൻ പാമ്പിൻ്റെ ചിത്രമാണ്. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ചിത്രമായിട്ട് വരച്ചിട്ടുള്ളത്. ഇതിലാണ് അവർ ചായങ്ങളും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇലകളൊക്കെ ഇട്ട് അതിൻ്റെ ചാറെടുത്താണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. മെഹന്തിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടതിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ചിത്രം ഇതാണ്. ഒരു മനുഷ്യൻ തലകീഴായി നിൽക്കുന്ന രീതി. ഈ ലാൻഡ് ഇപ്പോഴും രാജവംശത്തിൽപ്പെട്ട ആളെ കയ്യിലാണ് ഉള്ളതെന്നാണ് പുള്ളിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. മുഴുവനായും കാട് മൂടിയ രീതിയിലാണ് ഈ പ്രദേശം തന്നെ ഉള്ളത്. അതുകൊണ്ട് വരുമ്പം പാമ്പ് മറ്റുള്ള ജീവികളെയൊക്കെ ഒത്തിരി ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഈ ചേട്ടൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം എനിക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. എല്ലാം കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ എനിക്ക് മടങ്ങേണ്ടി വന്നേനെ. അതാണ്, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച ഏതെങ്കിലും രീതിയിൽ ദൈവം അതിൻ്റെ അടുത്ത് എത്തിക്കും എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഗേറ്റിൽ കൂടെ കയറാൻ പറ്റിയ നല്ല വഴി തന്നെ ഉണ്ട് ഇവിടെ വരെ എത്താൻ വേണ്ടി. എന്നെപ്പോലെ പ്രയാസപ്പെട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. നല്ല കറക്റ്റ് നടക്കാനുള്ള നല്ല വൃത്തിയുള്ള വഴിയുണ്ട്. പിന്നെ പാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് ഇദ്ദേഹം തന്നെ പറയണത്. അതൊന്ന് സൂക്ഷിക്കണം. 200 രൂപയാണ് ഈ ചേട്ടന് കൊടുക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞു തരുന്നതിന്. പുള്ളി 10 മണിക്ക് ശേഷമേ ഇവിടെ വരത്തുള്ളൂ. അതിന് മുമ്പേ ഞാൻ എത്തിയത് കൊണ്ടാണ് എനിക്ക് പാറയുടെ മണ്ടയിൽ കൂടെയൊക്കെ സാഹസികം കാണിക്കേണ്ടി വന്നത്. 10 മണിക്ക് ശേഷം ഇതൊക്കെ ഇവിടെ കാണുമെന്നാണ് പറയണത്. അപ്പം വരുമ്പം 10 മണി ആ ഒരു സമയം നോക്കി വന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ ഹൈറ്റ് കൊണ്ടാണ് ഞാൻ ഇതുവഴി ചാടാത്തത്. ചാടിയാൽ ചിലപ്പം കാല് പണിയാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ഇറങ്ങാത്തത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ചേട്ടനോട് ടാറ്റയും പറഞ്ഞ് ഞാൻ ഹംപിയിൽ നിന്നും ഇന്ന് യാത്രയാവും. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.